തൃശൂരിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന്റെ വ്യാപക റെയ്ഡ്. ചേർപ്പ് മേഖലയിൽ 50ഓളം പോലീസുകാർ പുലർച്ചെ വരെ റെയ്ഡ് നടത്തി. കേസിലെ 8 പ്രതികളും ഒളിവിൽ തുടരുന്നു. ഇടതു സർക്കാർ വനിതകൾക്ക് നൽകുന്നത് വലിയ പ്രാധാന്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ 14 കോടി രൂപ വകയിരുത്തി. വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല. RSS പിന്തുടരുന്നത് പുരുഷ മേധാവിത്വ നയം. RSS സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവെന്നും MV ഗോവിന്ദൻ. ഭാഗമായിട്ടുള്ള അവലോകനവും പ്രവർത്തനത്തിനുള്ള പ്രത്യേക തുക ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ നിയമം കൊണ്ടുവരാൻ 14 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിട്ടും വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ മോദി സർക്കാർ തയ്യാറാവാതെ RSS ആണ് യഥാർത്ഥത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീ പുരുഷ തുല്യതയുടെയും കടുത്ത ശത്രുവായിട്ട് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ആശയപരമായിട്ടാണ് ഞാൻ പറയുന്നത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് രാത്രി നടത്തം സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന നടത്തം ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തിൽ കൊച്ചി ബിനാലെ സന്ദർശിക്കാൻ വനിതകൾക്ക് ടിക്കറ്റ് നിരക്കിൽ പ്രത്യേക ഇളവ്. 50 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. സാധാരണ 150 രൂപയാണ് നിരക്ക്. ആസ്പിൻ വൺസ് വേദിയിൽ നിന്ന് നേരിട്ടും ബുക്ക് മൈ ഷോ ആപ്പിലും ടിക്കറ്റ് കിട്ടും. മൂവാറ്റുപുഴയിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തി വീട്ടിലെ ജോലിക്കാരി. കിഴക്കേക്കരയിൽ കളരിക്കൽ മോഹനന്റെ വീട്ടിലാണ് വീട്ടുജോലിക്കാരി പത്മിനി മോഷണം നടത്തിയത്. വീട്ടുജോലിക്കാരിയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയെന്നായിരുന്നു പരാതി. മൂവാറ്റുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവ് ജോലിക്കാരി തന്നെയെന്ന് കണ്ടെത്തിയത്. കണ്ണൂരിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്നയാൾ അറസ്റ്റിൽ. കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് താഹയാണ് ടൗൺ പോലീസിന്റെ പിടിയിലായത്. നിരവധി പേരാണ് ഇയാളുടെ കെണിയിൽ അകപ്പെട്ടത്. ജില്ലയിലെ പല സ്റ്റേഷനുകളിലും താഹയുടെ പേരിൽ സമാന കേസുകൾ. തൃശൂർ കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയ വള്ളം മറിഞ്ഞ് തൊഴിലാളിക്ക് പരിക്ക്. കയ്പമംഗലം സ്വദേശി കോഴിശ്ശേരി നകുലനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെയോടെയായിരുന്നു അപകടം. വള്ളം മറിഞ്ഞതിലൂടെ ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരായ 2 പേർ മരിച്ചു. പാലക്കാട് സ്വദേശി ഷാജി, ആലപ്പുഴ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് മരിച്ചത്. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. കേരളത്തിലെ വനിതാ സംരംഭകരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളിലാണ് വൻ കുതിച്ചുചാട്ടം. ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 233 സ്റ്റാർട്ടപ്പുകൾ. വനിതകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ടപ്പ് മിഷൻ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട്. വനിതാ ദിനത്തിൽ ഒഡീഷയിലെ പൂരി ബീച്ചിൽ മണൽ ശില്പം തീർത്ത് പ്രശസ്ത കലാകാരൻ സുദർശൻ പട്നായിക്. രാജ്യസേവനത്തിനു വേണ്ടി ആഘോഷങ്ങൾ ഒഴിവാക്കുന്ന വനിതകൾക്കാണ് ശില്പം സമർപ്പിച്ചത്. ഹോളി നിറങ്ങൾ ഉപയോഗിച്ചാണ് ശില്പം പൂർത്തിയാക്കിയത്. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പ്രവീൺ റാണയെ പാലക്കാട് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. ഒറ്റപ്പാലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റാണയെ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ അന്വേഷണത്തിനായി റാണയെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. വർക്കല പാപനാശത്ത് പാരാഗ്ലൈഡിംഗിന് അനുവാദമില്ലെന്ന് പോലീസ്. ജീവനക്കാരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പാരാഗ്ലൈഡിംഗ് ട്രെയിനറും കമ്പനിയിലെ 2 ജീവനക്കാരും. ഫ്ലൈ വർക്കല സ്ഥാപനത്തിന്റെ ഉടമകളായ ആകാശ്, ജനീഷ് എന്നിവർ ഒളിവിലാണ്. മനഃപൂർവ്വമല്ലാത്ത കൊലപാതക ശ്രമത്തിന് ഇവർക്കെതിരെ കേസെടുത്തു. കൂടുതൽ ഉയരത്തിൽ പറന്നപ്പോൾ പെൺകുട്ടി നിലവിളിച്ചിട്ടും ഇൻസ്ട്രക്ടർ ഗ്ലൈഡിംഗ് തുടരുകയായിരുന്നു എന്നും പരാതി. കോട്ടയം ഏറ്റുമാനൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ ഒരാൾ പിടിയിൽ. പേരൂർ തെള്ളകം കരിമ്പനക്കാല സതീഷാണ് അറസ്റ്റിലായത്. ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് തെള്ളകം സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബാറിലെ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. കാസർഗോഡ് ജില്ലാ TB ഫോറം രൂപീകരിച്ചു. ജില്ലയിലെ രോഗബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക, 2 വർഷം കൊണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം സാധ്യമാക്കുക, ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തനം. പാചകവാതക വില വർധനവ് കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് അമിത ലാഭമുണ്ടാക്കാനെന്ന് AM ആരിഫ് MP. കായംകുളം വ്യാപാര ഭവനിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹെൽത്ത് കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. മുംബൈ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. നൈജീരിയൻ സ്വദേശികളിൽ നിന്ന് 30 കോടിയിലധികം വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി. 2.976 കിലോഗ്രാം കൊക്കൈനാണ് പിടികൂടിയത്. 2 പേർ അറസ്റ്റിലായി.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 47 ലക്ഷം രൂപ വില വരുന്ന 1074 ഗ്രാം സ്വർണം പിടികൂടി. ക്യാപ്സൂൾ രൂപത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ഷാർജയിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി ജംഷീറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കൊല്ലം ചവറയിൽ വൻ രാസലഹരി വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 208 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. ഇവരിൽ നിന്നും 34 ഗ്രാം കഞ്ചാവും പിടികൂടി. ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത്. നജ്മൽ, സെയ്താലി, അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. സ്വർണത്തിന് വില കുറയുന്നു. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 5100 രൂപയായി. ഒരു പവൻ സ്വർണത്തിന് 40,800 രൂപയാണ് വില. വയനാട്ടിൽ 1203 കുടുംബങ്ങൾക്ക് കൂടി സ്വന്തമായി ഭൂമി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടന്ന പട്ടയമേളയിലാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. ഭൂമി ഏറ്റെടുക്കൽ കേസിൽ വീഴ്ച വരുത്തിയ സർക്കാർ അഭിഭാഷകരോട് വിശദീകരണം തേടി ഇടുക്കി ജില്ലാ കളക്ടർ. ഇപ്പോൾ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറുടെ അധിക ചുമതല വഹിക്കുന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PS രാജേഷിനോടാണ് കളക്ടർ വിശദീകരണം തേടിയത്. തൊടുപുഴ രാമമംഗലം റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുത്ത കേസിലാണ് വീഴ്ച. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസിന്റെ മകൻ ജിത്തു തോമസ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദേശാഭിമാനി ലേഖകനെ ഓഫീസിൽ കയറി മർദ്ദിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി. മലപ്പുറം മഞ്ചേരിയിലെ ലേഖകൻ TV സുരേഷിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ പോലീസിൽ പരാതി നൽകി. കോവിലകം കുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി വിനയനും മറ്റു 2 പേർക്കുമെതിരെയാണ് പരാതി. വാർത്ത നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഓഫീസിലേക്ക് കയറി വന്ന സംഘം കമ്പ്യൂട്ടർ കീബോർഡ് കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തിയതായി പരാതിയിൽ പറയുന്നു. CPM ജാഥയ്ക്കിടെ MV ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററെ ശകാരിച്ചതിനെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രൊപ്പറേറ്റേഴ്സ് സംഘടന. തൊഴിലാളി വർഗ പാർട്ടിക്ക് ചേർന്ന പ്രതികരണമല്ല MV ഗോവിന്ദന്റേതെന്നും ഓപ്പറേറ്ററെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുകയാണ് ചെയ്തതെന്നും സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി. കൂടത്തായി കൊലപാതക കേസിൽ ജോളിക്കെതിരായ ഒട്ടേറെ സാഹചര്യങ്ങൾ കേസിലുണ്ടെന്ന് നിരീക്ഷണം. രഹസ്യമൊഴികളും കുറ്റസമ്മത മൊഴിയും നിർണായകം. ജോളി നൽകിയ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കൊണ്ടാണ് നിരീക്ഷണം. വിടുതൽ ഹർജി തള്ളിയതിനെതിരെയാണ് ജോളി ഹൈക്കോടതിയെ സമീപിച്ചത്. സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് UPI സംവിധാനം ഒരുങ്ങുന്നു. പുതിയ UPI സംവിധാനമായി CPay നാളെ മുതൽ ലഭ്യമാകും. പുതിയ തലമുറയെ സഹകരണ ബാങ്കുകളിലേക്ക് ആകർഷിക്കുന്നതിനും ഇടപാടുകൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമാണ് UPI ഏർപ്പെടുത്തുന്നത്. മുസ്ലിം ലീഗ് പ്ലാറ്റിനം ജൂബിലി സമ്മേളനം നാളെ ചെന്നൈയിൽ. 1948 മാർച്ച് 10 ചെന്നൈ രാജാജി ഹാളിലാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്ലാമയിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. 75 വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് ദേശീയ സമ്മേളനം ചേരുമ്പോൾ പാർട്ടിയുടെ നേട്ടങ്ങളും തിരിച്ചടികളുമാണ് പ്രധാന ചർച്ച. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാകാനില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വേണ്ടത്ര ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല. പാർട്ടിക്കകത്തും ആലോചന വന്നിട്ടില്ല. മതേതര കക്ഷികളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ ദേശീയ സമ്മേളനത്തിലൂടെ ശ്രമിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. അതിപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ വളരെ അപ്രസക്തമാണ്. വേണ്ടത്ര ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ ഇതൊക്കെ പിന്നെ വാർത്താമാധ്യമങ്ങളുടെ പ്രതികളെ ഓരോരുത്തർ മിസ്ലീഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. മാത്രമല്ല വേണ്ടത്ര ഉത്തരവാദിത്വം എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനൊരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പ്രശ്നമൊന്നും ഉത്ഭവിക്കുന്നേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള സമൂഹ വിവാഹം ഇന്ന് ചെന്നൈയിൽ. ആദ്യഘട്ടത്തിൽ 17 യുവതികളുടെ വിവാഹമാണ് നടക്കുന്നത്. ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും അടക്കം ഓരോ ദമ്പതികൾക്കും 1.5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് KMCC സമ്മാനമായി നൽകുക. ത്രിപുര മുഖ്യമന്ത്രിയായി മാണിക് സാഹ സത്യപ്രതിജ്ഞ ചെയ്തു. 2ാം തവണയാണ് മാണിക് സാഹ ത്രിപുര മുഖ്യമന്ത്രിയാകുന്നത്. അഗർത്തലയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കവിത റാവുവിന് ED നോട്ടീസ്. 10 രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. മലയാളിയും കവിതയുടെ സുഹൃത്തുമായ അരുൺ പിള്ളയെ ED നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹാജരാകാൻ പുതിയ തീയതി തേടുമെന്ന് കവിത അറിയിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും കവിത റാവു. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി മുന്നണി പോരാളി യൂണിറ്റിന്റെ മേധാവി സ്ഥാനത്ത് ഒരു വനിതാ ഓഫീസർ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഷാലിസ ധാമിയാണ് നേട്ടം കൈവരിച്ചത്. പാകിസ്ഥാൻ അതിർത്തിയായ പടിഞ്ഞാറൻ മേഖലയിലെ മിസൈൽ സ്ക്വാഡ്രന്റെ കമാൻഡിംഗ് ഓഫീസറാണ് ഇനി മുതൽ ഷാലിസ ധാമി. ISROയുടെ ഉപഗ്രഹ പുനഃപ്രവേശന ദൗത്യം വിജയകരം. മേഘാട്രോപിക് ഉപഗ്രഹം 7 മണിക്ക് ശാന്ത സമുദ്രത്തിനു മുകളിൽ കടത്തിത്തീരുന്നുവെന്ന് ISRO. ആദ്യമായാണ് ISRO പ്രവർത്തന കാലാവധി തീർന്ന ഉപഗ്രഹം ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത്.
ജമ്മു കാശ്മീരിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ഒരാൾ മരിച്ചു. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ റംബാൻ ജില്ലയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വിമർശനവുമായി ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതി. ആളെ കൊന്നുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് വിമർശനം. ഉത്തർപ്രദേശിലെ ഉമേഷ് പാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടവരെ വെടിവെച്ചു കൊന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. ഹോളി ആശംസകൾ പങ്കുവച്ച് ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ. പ്രൊജക്ട് കെ ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെ പരിക്കേറ്റ് വിശ്രമത്തിലാണ് താരം. ആരാധകരുടെ സ്നേഹത്തിനും കരുതലിനും താരം നന്ദി പറഞ്ഞു. ഇപ്പോൾ വിശ്രമത്തിലാണെന്നും ആരാധകരുടെ പ്രാർത്ഥനകൾ രോഗശാന്തി എളുപ്പമാക്കുന്നുവെന്നും ബച്ചൻ ട്വിറ്ററിൽ കുറിച്ചു. പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വിധവകൾ രാജസ്ഥാനിൽ നടത്തുന്ന സമരത്തിൽ ഇടപെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സമരക്കാരോട് പോലീസ് മോശമായി പെരുമാറിയെന്ന് വ്യാപക വിമർശനമുയർന്നിരുന്നു. സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രാജ്നാഥ് സിംഗിന് ഉറപ്പു നൽകി. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്നാരോപിച്ചാണ് സൈനികരുടെ വിധവകൾ സമരം നടത്തിയത്. ഇന്ത്യൻ സന്ദർശനത്തിനൊരുങ്ങി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഇന്നു മുതൽ 11 വരെയാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയൊരുക്കി ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. സ്ത്രീപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം പൊതുഗതാഗത സൗകര്യം ജനകീയമാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ. UAE എംബസി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. അഫ്ഗാൻ ജനതയ്ക്ക് സഹായവുമായി ഇന്ത്യ. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായി സഹകരിച്ച് 20,000 മെട്രിക് ടൺ ഗോതമ്പ് അഫ്ഗാന് നൽകും. ചമ്പപ്പാർ തുറമുഖം വഴിയാണ് ഗോതമ്പ് അയക്കുന്നത്. ഇന്ത്യൻ വംശജൻ അരുൺ സുബ്രഹ്മണ്യനെ US ജില്ലാ ജഡ്ജിയായി നോമിനേറ്റ് ചെയ്തു. US ജില്ലാ ജഡ്ജിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് അരുൺ സുബ്രഹ്മണ്യൻ. മെക്സിക്കോ അതിർത്തിയിൽ നിന്ന് കാണാതായ 4 അമേരിക്കൻ പൗരന്മാരിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരുന്ന് വാങ്ങാനായി വടക്ക് കിഴക്കൻ മെക്സിക്കോ അതിർത്തിയിലേക്ക് കടന്ന 4 അമേരിക്കൻ പൗരന്മാരെ മാർച്ച് 3-നാണ് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. കാണാതായവരിൽ 2 പേർ അമേരിക്കയിൽ സുരക്ഷിതരാണെന്ന് മെക്സിക്കൻ പോലീസ് അറിയിച്ചു. ബ്രഹ്മപുരം മാലിന്യ ശേഖരണ പ്ലാന്റ് തീപിടുത്തത്തിൽ ജില്ലാ കളക്ടർ രേണു രാജ് ഇന്ന് കോടതിയിൽ ഹാജരാകണം. തീപിടുത്തത്തിന്റെ തൽസ്ഥിതിയും പരിഹാര നിർദ്ദേശങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡും കൊച്ചി കോർപ്പറേഷനും ഇന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഉച്ചയ്ക്ക് 1:45-നാണ് കേസ് പരിഗണിക്കുക. ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണം നടത്താത്തതിൽ കൊച്ചി കോർപ്പറേഷന് വീണ്ടും പിഴ. 1.8 കോടി രൂപയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പിഴ ചുമത്തിയത്. 2020-ലും കോർപ്പറേഷന് 14 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ കരാറുകളിൽ ദുരൂഹത. ജൈവ മാലിന്യ കരാർ നൽകിയത് മുൻ പരിചയമില്ലാത്ത സ്റ്റാർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. വ്യാജരേഖ ഹാജരാക്കിയതിന് കമ്പനിക്കെതിരെ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നു. സോണ്ട ഇൻഫ്രാടെക്കിന് ബയോ മൈനിംഗ് കരാർ നൽകിയത് കരാർ വ്യവസ്ഥ ലംഘിച്ചാണെന്നും പരാതിയുണ്ട്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കരാറിൽ ആരോപണം രാഷ്ട്രീയ പാർട്ടികളിലേക്കും നീളുന്നു. മരുമകനെതിരായ UDF ആരോപണം മുൻ LDF കൺവീനർ വൈക്കം വിശ്വൻ തള്ളി. സോണ്ട ബയോ മൈനിംഗ് കമ്പനിക്കായി ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ലെന്നും വൈക്കം വിശ്വൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബയോ മൈനിംഗിൽ ആർക്കും സഹായം നൽകിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വഴിവിട്ട സഹായം ആർക്കും ചെയ്തിട്ടില്ല. സോണ്ടയുടെ പ്രവർത്തനം മന്ത്രിയായിരുന്നപ്പോൾ വിലയിരുത്തിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ. ബ്രഹ്മപുരം മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പെട്രോൾ ഒഴിച്ചാണ് മാലിന്യം കത്തിച്ചത്. ഈ തീ അണഞ്ഞാലും അഴിമതിയുടെ തീ അണയില്ലെന്നും സതീശൻ പറഞ്ഞു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പുക പോവുകയാണ്. അപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് അടിയന്തരമായിട്ട് ഈ പ്രദേശത്ത് പ്രഖ്യാപിക്കേണ്ടത്. ഈ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. എവിടെയെല്ലാമാണ് തീ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെയെല്ലാം തീ പിടിക്കുകയാണ്. കാരണം ഇത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുള്ളതാണ്. പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചിട്ടുള്ളത്. കരാറുകാർ ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഈ തീ അണഞ്ഞാലും അഴിമതിയുടെ തീ അവിടെ അണയുന്നില്ല. വ്യാപകമായ അഴിമതിയാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് നടന്നിരിക്കുന്നത്. അത് ആരെല്ലാം പങ്കാളികളാണെങ്കിലും അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം. ഇന്ന്
ഇന്ന് ഹോളി. നിറങ്ങളുടെ ഉത്സവം ആഘോഷമാക്കുകയാണ് ജനങ്ങൾ. ഉത്തരേന്ത്യയിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഹോളി ആഘോഷങ്ങൾ നടക്കും. ഡൽഹിയിൽ JNU, ഡൽഹി സർവകലാശാല തുടങ്ങിയിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹോളി ചടങ്ങിൽ നൃത്ത ചുവടുകളുമായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. മുഖ്യമന്ത്രിയുടെ വസതിയിൽ സംഘടിപ്പിച്ച ഹോളി മിലൻ പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി ചുവടുവെച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ രണ്ടാം പാദ മത്സരത്തിലെ പോരാട്ടം കടുക്കും. മത്സരത്തിൽ ബയേൺ മ്യൂണിക്കും PSG-യും ഏറ്റുമുട്ടും. പാരീസിൽ വെച്ച് നടന്ന ആദ്യ പാദ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ബയേൺ മ്യൂണിക് 1 ഗോളിന് വിജയിച്ചിരുന്നു. PSG-ക്ക് മത്സരം ജയിച്ചേ മതിയാകൂ. നെയ്മറുടെ അഭാവം ടീമിന് തിരിച്ചടിയാകും. മത്സരം സമനിലയിൽ അവസാനിച്ചാലും ബയേണിന് ക്വാർട്ടറിലേക്ക് മുന്നേറാം. സംസ്ഥാനത്തെ ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. എറണാകുളം കളക്ടർ രേണു രാജിനെ വയനാട്ടിലേക്ക് മാറ്റി. NSK ഉമേഷ് പുതിയ എറണാകുളം കളക്ടർ. വയനാട് കളക്ടറായിരുന്ന ഗീതയ്ക്ക് കോഴിക്കോട്ടേക്കും സ്ഥലമാറ്റം. കോഴിക്കോട് കളക്ടറുടെ ചുമതലയുണ്ടായിരുന്ന സ്നേഹിൽ കുമാർ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറാകും. മിന്നൽ വാർത്ത പൂർണ്ണമാകുന്നു.